നിങ്ങൾ മീൻ പിടിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? നിങ്ങൾക്ക് വലയിട്ടും ചൂണ്ടയിട്ടും മീൻ പിടിക്കാം. അതിന് വേണ്ട സാധനങ്ങളെല്ലാം ദാ ഇവിടുന്ന് കിട്ടും. ദാ ഇങ്ങോട്ട് പോരെ. കടയുടെ ഉടമസ്ഥനാണ് അവിടെ നിൽക്കുന്നത്. ചേട്ടാ പേരെങ്ങനെയാ? പേര് കരീം. നമ്മുടെ പാലിയത്ത് നട്ട്സ്. നമ്മുടെ കടയിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? വഴി നമ്മുടെ ഇപ്പൊ തൊടുപുഴ എന്ന് പറയാനാണെങ്കിൽ നമ്മുടെ തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നിന്ന് മാർക്കറ്റിലേക്ക് കയറി വരുന്ന വഴിയുണ്ട്. അതിലേക്ക് കയറി വരുമ്പോഴത്തേക്കും ചുണ്ടക്കട എന്ന് ചോദിച്ചാൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ഏതാണ്ട് 10-15 വർഷത്തോളമായിട്ട് നമ്മളിവിടെ നടത്തിക്കൊണ്ട് പോകുന്നതാണ്. കുഴപ്പമില്ല, എല്ലാ കസ്റ്റമറും സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ നമുക്ക് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരാം അല്ലേ? പുതിയ പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് നേരെ മാർക്കറ്റിലേക്ക് ഇറങ്ങി വരാനുള്ള വഴിയുണ്ട്. അതിലേക്ക് വന്നു കഴിഞ്ഞാലും കാണാം. തൊടുപുഴയിൽ വന്ന് മാർക്കറ്റിലെ ചൂണ്ടക്കട ഏതാണെന്ന് ചോദിച്ചാൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ചേച്ചി, ഇവിടെ പിള്ളേർക്ക് ചൂണ്ടയിടാൻ പറ്റിയ സാധനം ഏതാ ഉള്ളത്? തുടക്കക്കാർക്ക് പറ്റിയത് അത് പോൾ റോഡാ അല്ലേ? പിന്നെ ഇത് റീല് ഏതാ ഉള്ളത്? റീല് ഒന്ന് കാണിക്കാമോ? ചെറിയ റീലാട്ടോ. എത്ര മീറ്റർ? 50 മീറ്റർ ചുറ്റാട്ടോ അതിനകത്ത്. നല്ല ആക്ഷനുള്ളതാണ്. ലൈറ്റ് വെയിറ്റ് അല്ലേ? ഇത് ഏത് കമ്പനിയുടെയാ? ഇത് മാഗ്നം എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. ലൂക്കാനാട തന്നെ അല്ലേ? ലൂക്കാനാട ലൈറ്റ് വെയിറ്റ് റോഡാണ്. 165 സെന്റിമീറ്റർ. ബ്രാവോയുടെ പുതിയ ഐറ്റമാണ്. വുഡൻ ഡിസൈനാണ്. നല്ല സ്റ്റൈലിഷ് ഐറ്റം കേട്ടോ. ചേട്ടൻ്റെ വീട് മലങ്കര ഡാമിന്റെ സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ടോ? നമ്മൾ എന്ത് ചൂണ്ട ഉപയോഗിക്കുന്നത്? ഏതാ? കൈ ചൂണ്ട അതോ? കൈ ചൂണ്ട അല്ലേ? അപ്പൊ എന്നെ ബൈറ്റ് ഇടുന്നേ? പൊറോട്ട. അപ്പൊ ചൂണ്ടക്കുളത്ത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതിനാ? 24-ന്റെ. കൂടുതലൊക്കെ പിടിക്കുന്നുണ്ടോ? കൂടുതൽ പിടിക്കും അല്ലേ? സാധാരണ എന്ത് മീനാ മലങ്കര കിട്ടുന്നത്? മലങ്കര കിട്ടുന്ന ചുവാടി, പിന്നെ കുറേ അടിക്കും അല്ലേ? ഇതാട്ടോ നമ്മൾ പറഞ്ഞ ചൂണ്ടക്കട. ഇവിടെ വല ഉപയോഗിച്ച് പിടിക്കാവുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇത് ചൂണ്ട കൊളുത്തൊക്കെ ഇടാൻ പറ്റിയൊരു ബോക്സാണ്. ലൂക്കാനയുടെ ബോക്സ്. കള്ളിയായിട്ടുള്ളതാണ്. അപ്പോൾ പല സൈസ് ചൂണ്ട കൊളുത്തുകൾ നമുക്ക് ഇതിനകത്ത് ഇടാം. ലൈഫ് ജാക്കറ്റ് വരെ ഈ കടയിൽ കിട്ടും കേട്ടോ. നമുക്ക് ചെറിയ വള്ളങ്ങളോ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ ഇത് മേടിക്കുന്നത് നന്നായിരിക്കും.